പക്ഷെ വാസ്തു രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ആ വീട് കെട്ടിക്കഴിഞ്ഞാൽ ആ വീട് നിങ്ങളെ തലമുറ 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 കൊണ്ടുപോകും. ഏത് ഉത്തരായണത്തിലും ഏത് ദക്ഷിണായണത്തിലും ഏത് നിലാവിനും ഏത് കറുത്തവാവിനും അല്ലെങ്കിൽ ഏത് തരം നെഗറ്റീവ് ഫോഴ്സ് വീട്ടിനുള്ളിലോട്ട് വന്നാലും ഏത് തരം നെഗറ്റീവ് വ്യക്തികൾ വീട്ടിലുള്ളിലോട്ട് കടന്നു വന്നാലും എന്ത് ചെയ്താലും ഒരു വാസ്തുയോഗ്യമായ ഒരു വീട്ടിനുള്ളിൽ കോഴി വളർത്താൻ ഏറ്റവും പറ്റിയ മൂല വായുമൂല. ഒരു വായുമൂല പ്രശ്നമുള്ള ഒരു വീട്ടിനെ ഡിഗ്രി ബേസ് ചെയ്ത് കണക്ക് കൂട്ടി ഇടതിലോ പടിഞ്ഞാറോ വായുവത്തിലോ വടക്കോ വായുവത്തിലോ ഒരു കുഞ്ഞു കോഴിക്കൂടും ഒരു കോഴിയും വളർത്തി നോക്കും നിങ്ങൾ. ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. വാസ്തുമേഖലയിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ മേഖലയിൽ ഒരുപാട് വർഷമായി എക്സ്പീരിയൻസ് ഉള്ള ആസ്ട്രൽ തങ്കച്ചൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പം ഒരു ട്രെൻഡാണ് വാസ്തു റിലേറ്റ് ചെയ്തിട്ടുള്ള ചെടി, വാസ്തു മീൻ, ഇതൊക്കെ വീടുകളിൽ വാസ്തു ചെടി, വാസ്തു മീൻ, ഇതൊക്കെ വീടുകളിൽ വളർത്തുന്നത് ഇപ്പൊ ഒരു ട്രെൻഡാണത്. ഇത് കൂടുതലും വാസ്തുദോഷം പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ പ്രാവർത്തികമാണോ ശരിക്കും? ഇത് കാലങ്ങളെ ഇപ്പോഴല്ല, ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് വാസ്തു മീൻ അപകടം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മീന് അത് ഉണർത്തുന്നു എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ അത് സത്യം കേട്ടോ. ചില മീനുണ്ട്, ഫിഷ് ടാങ്ക്, വലിയ മീനുകൾ, അരുമ. അപ്പം അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്ക് അടുത്തറിയുന്ന ചില സ്ഥലങ്ങളുടെ അവർ നേരിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നു. അത് 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 ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അത് ഒരു തന്നെ എനർജിയാണ്, സഹജീവി. ഇപ്പം നമ്മുടെ ഒരു നായ, ഒരു പൂച്ച നമ്മൾ വളർത്തുന്നൊരു പെറ്റ്, നമുക്കൊരു അപകടം വരുമ്പം പെട്ടെന്ന് അത് നേരത്തെ ഉണരുന്നില്ലേ? ഒരു പാമ്പ് വന്നാലും അതിനെ കടിച്ച് അതിന്റെ ജീവനെ പണയം വെച്ച് അത് കടിച്ച് ഓടിക്കുന്നില്ലേ? ബാക്കിയൊക്കെ ഈ പുലി വന്നു ചാടി കടിച്ച് അതൊക്കെ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ഉണർവെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? വേറെ രീതികൾ ചെടികള്, വാസ്തു മീനിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ ചോദിച്ച ചെടിയല്ലേ? വാസ്തു ചെടി എന്ന് പറഞ്ഞ് ഭയങ്കര വിൽപ്പനയ്ക്കൊക്കെ വരുന്നുണ്ട്. വാസ്തുദോഷം ഇങ്ങനെ വലിച്ചെടുക്കും. അത് വാസ്തുവിന്റെ ആധികാരികത അറിയാത്തത് കൊണ്ടാണ്. വാസ്തു ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനൊരു ഫോൾട്ട് പറയുമ്പോൾ ആ ഫോൾട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറുന്നത് അത് ഞാൻ വിശദീകരിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട്, ടെക്നിക്കലി അല്ലെങ്കിൽ അതിനകത്തുള്ള എന്താണ്. അതേപോലെ ഇതിനകത്തൊന്നും വലിയൊരു പിന്നാമ്പുറത്ത് ഇത് എങ്ങനെ ഈ കെമിസ്ട്രി വർക്കാവെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു പക്ഷം അത് നമുക്ക് വിശ്വസിക്കാനില്ല. വാസ്തു ചെടി എന്നുള്ള സംവിധാനം ഇല്ല. മനസ്സിലായില്ലേ? വാസ്തു മീൻ അങ്ങനെയുള്ള സംവിധാനം ഇല്ല. നേരത്തെ പറഞ്ഞ ചില മീനുകളുടെ പെറ്റിൻ്റെയൊക്കെ സ്വഭാവം പോലെ ചില പ്രതികരണങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെയാണെങ്കിലോ വേറെന്താ, വാസ്തു ചെടിയും വാസ്തു മീനും. പിന്നെ ഇത് അശ്വിനി ചോദിക്കാത്ത മറ്റും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാക്കിൽ കുറച്ച് ഗിഫ്റ്റ് ഐറ്റം പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വീട്ടിനുള്ളിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ പരിഹരിക്കാം. ഇത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇത് ഒരു പരിധിവരെ ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരു കളർ കോമ്പിനേഷൻ, ഞാൻ ന്യൂമറോളജിസ്റ്റാണ്. അപ്പം ഞാനൊരു കളർ ഒരാൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഭാഗ്യ നിറമാണ്. അദ്ദേഹം ആ കളർ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാഗ്യം വരുന്നു. മനസ്സിലായില്ലേ? അതേപോലത്തെ ചില കാര്യങ്ങൾ, അവർക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഒരു 10 ടൂൾസിൽ അല്ലെങ്കിൽ 10 സാധനങ്ങളിൽ ഒന്ന് മേടിക്കുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ വർക്കായി മനസ്സിനൊരു സമാധാനം കിട്ടുന്നു, ഒരു സൈക്കോളജിക്കൽ കംഫർട്ട്. പക്ഷെ ഇതൊന്നും അതിദൂരമല്ല, സ്ഥായിയായ ഒരു പ്രശ്ന പരിഹാരം അല്ല. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ എനിക്ക് തുടക്കം 2-3 വർഷങ്ങളൊക്കെ തുടർന്ന് ഫെയിലിയേഴ്സ് ആകുന്നതെന്ന് എനിക്ക്, ഞാൻ അത്രയും നന്നായിട്ട് സംസാരിച്ചിട്ടും അത് വർക്കായില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗാണ്. പിന്നെ അതിൻ്റെ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ അറിവുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതും ഇതിന് എന്തൊക്കെ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഇതൊക്കെ ഇത്രയും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഇച്ചിരി ഞാൻ ആ പേരുകൾ പറയാത്തത് മറ്റു ആൾക്കാരെയൊക്കെ വേദനിപ്പിക്കാതിരിക്കാനാണ്. ഈ കലകളിൽ പല കലാകാരന്മാരുണ്ടല്ലോ ഈ ഫീൽഡിൽ, അപ്പോൾ അത് പഠിക്കൂ, ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഇതും കൂടെ പഠിക്കൂ, ഭയങ്കര പവർഫുൾ ആയിരിക്കും എന്ന് പറയും. ഞാൻ വേറെ ഒന്നിനെയും പഠിക്കാനും ശ്രമിച്ചില്ല, അതിൻ്റെ അറിവുകൾ എടുക്കാനും ശ്രമിച്ചില്ല. കാരണം ഒരു സ്ഥായിയായ ഒരു മാറ്റം വാസ്തുവിനും ന്യൂമറോളജിക്കും കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഉദാഹരണം യോഗ. ഇപ്പം യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ യോഗ പ്രാക്ടീസ് ചെയ്ത് ഒരു 3 മാസം സാഹചര്യവശാൽ നിങ്ങൾക്കൊന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. 4-ാം മാസം നിങ്ങൾ തുടങ്ങണമെങ്കിൽ നിങ്ങൾ റീസ്റ്റാർട്ട് തന്നെ ചെയ്യണം. ഇതേപോലെ ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണ്, എനർജൈസേഷൻ നഷ്ടപ്പെട്ടു, റീസ്റ്റാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വാസ്തു രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ആ വീട് കെട്ടിക്കഴിഞ്ഞാൽ ആ വീട് നിങ്ങളെ തലമുറ 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 കൊണ്ടുപോകും.
ഏത് ഉത്തരായണത്തിലും ഏത് ദക്ഷിണായണത്തിലും ഏത് നിലാവിനും ഏത് കറുത്തവാവിനും അല്ലെങ്കിൽ ഏത് തരം നെഗറ്റീവ് ഫോഴ്സ് വീട്ടിനുള്ളിലോട്ട് വന്നാലും ഏത് തരം നെഗറ്റീവ് വ്യക്തികൾ വീട്ടിലുള്ളിലോട്ട് കടന്നു വന്നാലും എന്ത് ഈ പറയത്തില്ലേ മന്ത്രം താന്ത്ര എന്ത് ചെയ്താലും ഒരു വാസ്തുയോഗ്യമായ ഒരു വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് അതൊന്നും നിങ്ങളെ ഏശില്ല. കാരണം വാസ്തു എന്നുള്ളത് സൂര്യനാണ്. പല ഇരുട്ടിനെയും മാറ്റുന്നത് സൂര്യ വെളിച്ചമാണ് അല്ലേ? ഇതെല്ലാം ഇരുട്ടാ, ബ്ലാക്ക്, ഇത്തരം കാര്യങ്ങൾ. ഈ ഇരുട്ടിനെ മാറ്റുന്നത് കൺകണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സൂര്യ വെളിച്ചം. ആ സൂര്യ വെളിച്ചം മാത്രമല്ല, അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒത്തിരി മഹാരഹസ്യങ്ങളുണ്ട്. ഇതെല്ലാം എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാ. അപ്പോൾ വാസ്തു എന്നുള്ള രീതികളിൽ സൂര്യ വെളിച്ചത്തിന് തനതായ സമയങ്ങളിൽ നിന്നും തനതായ ദിക്കിൽ നിന്നും ഭവനത്തിനകത്തോട്ട് പ്രവേശിപ്പിക്കുക. രണ്ടാമത് വാസ്തു വെയിറ്റും ഹൈറ്റും ബാലൻസ് ചെയ്താണ് വാസ്തു. ചില പ്രധാന ഭാഗങ്ങളിൽ കൂടുതൽ വെയിറ്റ്, കന്നിമൂല ഭാഗങ്ങളിൽ കൂടുതൽ വെയിറ്റും ഈശാന്യ ഭാഗങ്ങളിൽ വെയിറ്റ് ലെസ്സും ആക്കുക. ഇതല്ലാതെ ഇതിന് പരിഹാര ക്രിയകൾ ഒരിക്കലും നിങ്ങൾ പോരുത്. മീനും ചെടിയും, ഈ ചെടിയുടെ കാര്യം ഞാനത് പറഞ്ഞു. പലരും വീടിനകത്ത് പ്ലാന്റ് വെക്കാറുണ്ട്. ചില ആൾക്കാർ ഒരു ഭംഗിക്ക് വേണ്ടി ചുറ്റിച്ചെടികളില്ലേ ഇങ്ങനെ പടർന്ന് ചുമര് പിടിച്ച് കയറി പോകുന്ന ചെടികളുണ്ടല്ലോ, അതായത് തറയിൽ നിന്നും മണി പ്ലാന്റോ അല്ലെങ്കിൽ മറ്റൊത്തിരി പ്ലാന്റ്സുകളുണ്ട്. ഇതെല്ലാം തറയിൽ നിന്നും ചുമര് പിടിച്ച് പടർന്ന് പന്തലിച്ച് ദീർഘദൂരം കാണാൻ നല്ല ഭംഗി കാണിക്കുകയും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ആദ്യം അതിഥികൾ വരുമ്പം ചെടി എന്ത് ഭംഗി, നല്ല രസമുണ്ടെന്ന് പറയുകയും അവർ ആസ്വദിക്കുകയും ചെയ്യുന്ന പല വീടുകളും ഞാൻ കാണാറുണ്ട്, വലിയ ബംഗ്ലോസ്. പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൺട്രോളിനുള്ളിലായിരിക്കും ആ വീട്. ഒരു പശുവിന്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടി ഒരു തെങ്ങിന്റെ മൂട്ടിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കയറിന് ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ പശു കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് നടന്നു വരും. പക്ഷേ ഒരു നിശ്ചിത ദൂരത്തിനുള്ളിലോ നിശ്ചിത ചിന്തയ്ക്കപ്പുറമോ നിശ്ചിത വരുമാനത്തിനപ്പുറമോ ഇതെല്ലാം നിശ്ചിതം ഒരു കൺട്രോളിനുള്ളിലായിരിക്കും. ഇതിന്റെ പര്യവസാനം ആ വീട്ടിന്റെ ആളുകള് മെല്ലെ 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 ക്ഷയിക്കും. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ആ വീട്ടിൽ താമസിക്കുന്നു. അയാൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം വരുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സീനിയർ പോസ്റ്റിംഗിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എല്ലാ മാസവും ശമ്പളം വരുന്നു. ഇത് പൈസയല്ല വാസ്തു. അവരുടെ വിലപ്പെട്ടതൊക്കെ എല്ലാം എവിടേക്കോ കൃത്യസമയത്ത് ചെയ്യാൻ കഴിയാത്ത, സമയാസമയം ചെയ്യാൻ കഴിയാതെ അതിന്റെ പര്യവസാനം വളരെ ദുഃഖമായിരിക്കും. ഇത് കൺട്രോളിനുള്ളിലായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറയുന്നു, ഇത് വീട്ടിനത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിനൊരു ഉദാഹരണം നിങ്ങൾ വരാം. ഒരു വലിയൊരു മരത്തിൽ ഇതേപോലെ ചെടികൾ ചുറ്റി വളരുന്ന കണ്ടിട്ടില്ലേ? അതെ, കണ്ടിട്ടുണ്ട്. ആ ചെടി ഭയങ്കര ബലിഷ്ഠമായി ഭംഗിയായി വളരും. നിങ്ങൾ ആ മരത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മരം സ്വയം അതിന് വില കൊടുക്കുന്നു. അതിന്റെ തെങ്ങാണെങ്കിൽ ഓലകളൊക്കെ സമാന്തരമായ മറ്റു തെങ്ങുകൾക്കാൾ വ്യത്യസ്തമായി ഈ ചുറ്റിച്ചെടി പടരുന്ന തെങ്ങ് സ്വയം നശിച്ചിരിക്കും. ഏത് മരമാണെങ്കിലും ശരി, ഇതിന് പകരം ഒരു വില കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു എനർജി ഫ്ലോ, എനർജി ലോസാ. അപ്പോൾ വാസ്തു പരിഹാരങ്ങൾ എന്നുള്ള വാസ്തു ചെടികൾ ഇതൊക്കെ എല്ലാം ശുദ്ധ അസംബന്ധമാണ്. തെറ്റിനാണ് നിങ്ങൾ പരിഹാരം പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റിനെ എടുക്കൂ, പിന്നെ എന്തിനാ പരിഹാരം അല്ലേ? അപ്പം ചിന്തകളുടെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ വലിയ മുന്നേറ്റങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായി? യാഥാർത്ഥ്യമായി ചിന്തിക്കൂ. തെറ്റിന് പരിഹാരമല്ല ചെയ്യേണ്ടത്, തെറ്റിനെയാണ് മാറ്റേണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞു ഈ വാസ്തുമീനും ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഈ മീനിനെ വളർത്തുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും അപകടം നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മരിച്ചു പോകുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. പലരുടെ അനുഭവമാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. പക്ഷേ ഇത് ഒരു പ്രോഡക്റ്റ് വെക്കുന്നതിനേക്കാൾ ഇത് എത്രയോ ബെറ്ററാണ്. പക്ഷേ അത് പരിഹരിക്കുന്നില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിന് ഞാൻ നേരത്തെയും പറയുന്നുണ്ട്. എങ്ങനെയാ നമ്മളൊരു ചെല്ലപ്രാണികളെ വീട്ടിൽ വളർത്തുന്നു. ഒരു കുഞ്ഞു പൂച്ച, ഒരു കൊച്ചു പട്ടി, തെരുവ് നായ, മനസ്സിലായി? വിധിക്കപ്പെട്ട മൃഗങ്ങൾ ഏതിനും വീട്ടിലോട്ട് വന്നു കയറും. ആ വന്നു കയറുന്ന വീട്ടിന് ആ പ്രാണിക്ക് ഭക്ഷണങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മളുമായിട്ട് അറ്റാച്ചായി നമ്മൾ അനുഭവിക്കേണ്ട വിധി അത് സ്വയം വാങ്ങി തിരിച്ചു പോകുന്നു. ആ കാറ്റഗറിയിലാണ് ഞാൻ ആ മത്സ്യത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് വാസ്തു പരിഹാരമല്ല. പ്രശ്നങ്ങളുടെ വിധി ഏറ്റുവാങ്ങാൻ ചിലപ്പം ആ ജീവൻ, ചിലപ്പോൾ അതിന്റെ സോൾ സാന്നിധ്യം ഉണ്ടാവും. അതേപോലെയാണ് വാസ്തു എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊണ്ടുവയ്ക്കുന്നത്. അതിന് രണ്ടിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മുടെ വീടിനൊരു വാസ്തുദോഷമുള്ള വീട്ടിനകത്ത് ഒരു അസുഖം വരാൻ, ആ വീട്ടമ്മയ്ക്കോ ആ വീട്ടു ഗൃഹനാഥനോ മറ്റാർക്കെങ്കിലും ഒരു അപകടം വരാനിരിക്കവേ, ഒരു അസുഖം വരാനിരിക്കവേ, ആ അസുഖം ഈ പ്രാണികൾ സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു പ്രക്രിയ അത്ഭുതകരമായി എന്നെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പല വ്ളോഗുകളിൽ ഇതിനുമ്പോഴുള്ള വ്ളോഗുകളിൽ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത് അതിനെ സെൻസ് ചെയ്തും ആ മുറ്റത്ത് ചെടികൾ വളരും. ഇതൊരു പഴയൊരു കാലത്തിന്റെ സുഹൃതമായിരുന്നു. അതായത് ഒരു മനുഷ്യന്റെ വിസർജനത്തിലൂടെയാണ് അതിന്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും മലം, മൂത്രം ഇതൊക്കെ വെച്ചിൽ, ബ്ലഡൊക്കെ വെച്ചിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം സിദ്ധ അത് പ്രാക്ടീസ് ചെയ്യുന്ന വിയർപ്പിലൂടെയാണ്. ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നത് വിയർപ്പിലൂടെയും
അസുഖം തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ പ്രാക്ടീസ്. ഓ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ വിസർജനത്തിലൂടെയും നമുക്ക് അസുഖങ്ങൾ വെളിപ്പെടുന്നു, അസുഖങ്ങൾ പുറത്തു പോകുന്നു. അപ്പം ആ വിസർജനത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗ അണുക്കളാൽ ആ ഭൂമി സെൻസ് ചെയ്ത് അതിന് അനുയോജ്യമായ മരുന്നുകളും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മരുന്നുകളും മുളപ്പിക്കുന്ന അതിമനോഹരമായ മാതൃത്വം എന്ന് പറയുന്ന രീതികളുണ്ട്. അതുകൊണ്ടാണ് ഭൂമി മാതാവാകുന്നത്. ഈ ഭൂമിയാണ് ക്ലെൻസിങ്. ഭൂമിക്ക് എല്ലാം അറിയാം. മനസ്സിലായി? ഭൂമിയുടെ രഹസ്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയുമായുള്ള രഹസ്യങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ അഡ്വാൻസ് ക്ലാസ്സുകൾ അതല്ല, ഞങ്ങൾ പഠിക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ണും മരവും നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ണും മരവും നമ്മളെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ഈ പഞ്ചഭൂത അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന മനോഹരമായ അറിവുകളാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു വ്ളോഗിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എന്തോരം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, എന്നാൽ തുടരെ കണ്ടുകൊണ്ട് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നിശ്ചിത റേഷ്യയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ അപകടം മണത്തറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വരുന്ന എനർജി റിസീവ് ചെയ്തുകൊണ്ടോ സ്വയം ത്യാഗിയാവുന്ന മൃഗങ്ങൾ പോലെ തന്നെയാണ് മീനും. പക്ഷെ ഞാനിവിടെ എവിടെയാണ് നിങ്ങളുടെ ചെടികൾ, എവിടെയാണ് നിങ്ങളുടെ ഗിഫ്റ്റ് വസ്തുക്കൾ, പരിഹാരത്തിന് വേണ്ടി മേടിച്ച് വയ്ക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ? ഒന്നുമില്ല. അതിനേക്കാൾ എത്രയോ മേല് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ നമ്മുടെ മാക്സിമം സന്ദേശങ്ങൾ, വായുമൂല എന്നുള്ളത് വളരെ പ്രധാനമാണ്. വായുമൂല, കോഴി വളർത്താൻ ഏറ്റവും പറ്റിയ മൂല വായുമൂലയാണ്. ഒരു വായുമൂല പ്രശ്നമുള്ള ഒരു വീട്ടിനെ ഡിഗ്രി ബേസ് ചെയ്ത് കണക്ക് കൂട്ടി ഇടതിലോ പടിഞ്ഞാറോ വായുവത്തിലോ വടക്കോ വായുവത്തിലോ ഒരു കുഞ്ഞു കോഴിക്കൂടും ഒരു കോഴിയും വളർത്തി നോക്കൂ നിങ്ങൾ. ഇതൊക്കെ നോൺ മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. ഇതല്ല നമുക്ക് ഒരുപക്ഷെ മറ്റൊരു മനുഷ്യനെ പരീക്ഷിച്ച് അതിനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ദൈവം എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതേപോലെ അതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകുന്ന വിശ്വാസങ്ങളിൽ ഒന്നാണ്. വായുവ്യത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കോഴി, 2-3 കോഴികൾ അവിടെ വെച്ച് നമുക്ക് വളർത്താം, ഒരു കൂട് കെട്ടി. അത് ഒരുപാട് ക്രമീകരിക്കപ്പെടും. അതായത് മറ്റെന്ത് അന്വേഷിച്ച് പോകുന്ന സമയങ്ങളും ഗുരു പഠനങ്ങളിലൂടെ ഗുരുനാഥന്മാരെ കണ്ട് പഠിക്കുന്നതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പുറത്തു പറയുന്നത്. ഇനിയിപ്പോൾ വായുവത്തിലുള്ള ആൾക്കാരെല്ലാം കോഴി വളർത്താൻ തുടങ്ങും. അതല്ല, അവിടെ ഒരു തെറ്റുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് വേണ്ടത്. പക്ഷേ ഈ ഗിഫ്റ്റ് ഐറ്റങ്ങൾ വെക്കുന്നതിനേക്കാൾ എത്രയും മേലാണ് സഹജീവികളെ വളർത്തി അവരും നമ്മളുമായി ഒരു അറ്റാച്ച് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമുക്കത് മൃഗങ്ങൾക്ക് അത് അറിയിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇന്ത്യയിലെ ഉണ്ടാവും. ആ ഒരു വിധി മേടിക്കും, അതല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഈ യാത്രയ്ക്കിടയിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ 2025 മികവിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മുടെ പ്രേക്ഷകരിൽ അത്യാവശ്യം ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരും, കാരണം എനിക്ക് ആ ഫോൺസ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ പല സത്യങ്ങൾ ഇതുപോലെ തുറന്ന്, പക്ഷെ നേരിട്ട് പോകുന്ന അപ്പോയിൻമെന്റ്സിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. മനസ്സിലായി? അപ്പോൾ പരിഹാരം എന്നുള്ളത് വസ്തുവകകൾ വെച്ചല്ല പരിഹരിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ആ ഫോൾട്ടിനെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും സംസാരിച്ചാലും സബ്ജക്റ്റ് മാറി പോകും, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്നാലും ഞാൻ സബ്ജക്റ്റിലൂടെ തന്നെ തിരിച്ചു വരുന്നു. വാസ്തു പരിഹാരമായി മീനുകളും ചെടികളും വളർത്തുന്നതും മറ്റു വസ്തുക്കളും ഉപയോഗിക്കുന്നതിലോട്ടോ അനുഭവിക്കുന്നവർക്ക് അതിന്റെ സത്യം അറിയാവും. എനിക്കതിൽ അനുഭവമില്ലാത്തതുകൊണ്ട് അത് വേണ്ടതും വേണമെന്നും പറയുന്നില്ല. കാരണം ആർക്കെങ്കിലും അത് രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്ന ചിന്താഗതി എനിക്ക്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിത് പറയുന്നു, ഞാനിങ്ങനെ ഒരു സ്ഥലത്തൊരു അപകടം വരുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു കുഞ്ഞു മന്ത്രം പറയുന്നു. എൻ്റെ വിശ്വാസ രീതികൾ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു മന്ത്രമോ പ്രാർത്ഥനയോ പറയുമ്പോൾ അവിടെ എനിക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ അതെനിക്ക് നേട്ടമല്ലേ? വേറൊരാൾ ചെയ്തു അതുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതിനേക്കാൾ നല്ല നടക്കുന്നവർക്ക് നടക്കട്ടെ, കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്ത് സംശയത്തിനും സാറിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു.